What's going on, everybody? I'm Bhima, and you're watching Bhima the Vlogger. Today, we are heading towards a wonderful romantic place, and it is the Love Lake. ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് ലവ് ലേക്കിലേക്കാണ് കേട്ടോ. ലവ് ലേക്കിലേക്ക് പോവുകയാണെങ്കിൽ ഈ രണ്ട് വഴികളുള്ളത്. ഒന്ന് ഞാൻ പോകുന്ന ഈ ഡെസേർട്ട് ത്രൂവും, അതുപോലെ മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ നമ്മുടെ കുതിര ലേക്ക്, സ്വാൻ ലേക്കൊക്കെ ടച്ച് ചെയ്ത് അങ്ങനെ നിങ്ങൾക്ക് പോകാൻ വേണ്ടി പറ്റും. പിന്നെ അവിടെ പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രാത്രി അവിടെ പോകാതിരിക്കുക. രാത്രി അവിടെ ഒന്നും കാണാനില്ല, കംപ്ലീറ്റ് ഇരുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടുത്തെ സൺസെറ്റൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ നേരത്തെ തന്നെ ഇറങ്ങുക. പിന്നെ കിലോമീറ്റർ കണക്ക് കൂട്ടിയിട്ട് ഇറങ്ങാൻ നിൽക്കേണ്ട. ഒരു 10-20 മിനിറ്റ് ഓഫ് റോഡ് പോകേണ്ടി വരും. ഏത് വണ്ടിയാലും കുഴപ്പമില്ല, ഏത് വണ്ടി എടുത്തിട്ടും ഈ റോഡിലൂടെ പോകാൻ വേണ്ടി പറ്റും. പിന്നെ കുടിക്കാനോ കഴിക്കാനോ എന്തെങ്കിലും കരുതുക. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു പച്ച വെള്ളം പോലും കിട്ടില്ല, ആ കാര്യത്തിൽ ഷുവറാണ്. സാധാരണ നമ്മൾ പാർക്കിലും ബീച്ചിലൊക്കെ പോയാലുണ്ടാകുന്ന പോലത്തെ ഷോപ്പും കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. കാരണം ഈ ലേക്ക് ഉള്ളത് ഒരു ഡെസേർട്ടിൻ്റെ അകത്താണ്. ഞാനിപ്പോൾ നേരത്തെ നമ്മുടെ വഴി കണ്ടല്ലോ. നമ്മളിപ്പോൾ ഏകദേശം നമ്മുടെ ലവ് ലേക്കിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട്. നമുക്ക് അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം കേട്ടോ. കാണുന്നതാണ് ലവ് ലേക്ക്. നമ്മൾ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഇതിൻ്റെ ലവ് ഷേപ്പൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. ഇതിൻ്റെ ലവ് ഷേപ്പൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക സ്കൈ വ്യൂ, ഡ്രോൺ വ്യൂവിലൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 വലിയ ഹാർട്ടിൻ്റെ ഷേപ്പിലാണ് ഈ ലേക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ലവ് ലേക്ക് എന്ന് പേര് വരാനും കാരണം. പിന്നെ ഇവിടെ എല്ലാ ഏരിയയിലും ഫിഷ് ഉണ്ട് കേട്ടോ, നല്ല കളർഫുൾ ഫിഷ് ഉണ്ട്. പക്ഷേ എല്ലാ സ്ഥലത്തും നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. ഫീഡ് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്, അവർ തരുന്ന ഭക്ഷണം മാത്രം കൊടുക്കുക. ഇവിടുത്തെ അറേഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ഐലൻഡ് രൂപത്തിലാണ്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്നെങ്കിൽ നമുക്ക് ഇതുപോലെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് നടക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഒരു പ്രിപ്പറേഷനിലെല്ലാവരും വരിക കേട്ടോ. ഫോട്ടോഗ്രാഫിക്ക് UAE തന്നെ ഏറ്റവും അടിപൊളി സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ലവ് ലേക്കിനെ പറയാം. പിന്നെ അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലാക്സ്ഡ് മൂഡിൽ ഈ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഫ്രൈഡേ ഈവനിങ്, വീക്കെൻഡ് ഈവനിങ്, അതുപോലെ പബ്ലിക് ഹോളിഡേ ഈവനിങ്ങിൽ വരാതിരിക്കാൻ ശ്രമിക്കുക. ഈവൻ പാർക്കിംഗ് പോലും നമുക്കിവിടെ കിട്ടില്ല കേട്ടോ. അത്രയും ലോങ്ങിൽ നമ്മൾ വണ്ടി വെച്ചിട്ട് നടന്നിട്ട് വരേണ്ടി വരും. പിന്നെ അതുപോലെ ഓവർ ക്രൗഡഡ് ആയിരിക്കും. നിങ്ങളെല്ലാം തിരക്കിട്ട് കണ്ടിട്ട് പോകാനുള്ളൊരു മൂഡേ ഉണ്ടാവുള്ളൂ. ലവ് ലേക്കിൻ്റെ അകത്ത് കയറാൻ വേണ്ടി ഒരു ചാർജൊന്നും ഇല്ല കേട്ടോ. ഇത് കംപ്ലീറ്റ് ഫ്രീ ആണ്. അപ്പോൾ ഇങ്ങോട്ട് ലവ് ലേക്കിലേക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനടുത്തുള്ള ലൈക്കും കൂടി എക്സ്പ്ലോർ ചെയ്തിട്ട് പോവുക. അതിനടുത്ത് ലവ് ലേക്കിൻ്റെ കൂടെ തന്നെ സ്വാൻ ലേക്ക്, കുതിര ലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലേക്സ് അടുത്തടുത്തുണ്ട്. അവിടെയൊക്കെ പോയിട്ട് തന്നെ തിരിച്ചു പോവുക. ഫീഡിങ് ഫിഷ് ഈസ് നോട്ട് അലൗഡ്. ഈ ഒരു വാക്ക് എല്ലാ സ്ഥലത്തും എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ചില ഏരിയകളിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതും ഈ ലേക്ക് അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡ് മാത്രം. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കട്ടെ എങ്ങനെയാണ് ഫിഷ് ഫീഡിങ് എന്നുള്ളത്.
ഞാൻ ലവ് ലേക്കിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്താണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ലവ് ലേക്കിൻ്റെ ഏകദേശം എല്ലാ ഏരിയയിലുള്ള സ്ഥലങ്ങളും കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഫോട്ടോഗ്രാഫിക് പോയിൻറ്റ്സ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ കയറാതെ പോകരുത് കേട്ടോ. വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷെ അത് ലേക്ക് ഏരിയയുടെ ഉള്ളിലല്ല, അത് പാർക്കിംഗ് ഏരിയയുടെ അടുത്തായിട്ടാണ് നമുക്ക് വാഷ്റൂം ഫെസിലിറ്റീസൊക്കെ ഉള്ളത്. ലവ് ലേക്കിലെ സൺസെറ്റ് വ്യൂ ഒരു വേറെ ലെവലാണ് കേട്ടോ. ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ലവ് ലേക്കിൻ്റെ നൈറ്റ് വ്യൂ. ശോകം എന്ന് പറഞ്ഞാൽ ഇതിനപ്പുറം ശോകം വേറെ ഒന്നുമില്ല, ഒരു ലൈറ്റ് പോലും ഇല്ല ഇവിടെ. അപ്പോൾ ദയവ് ചെയ്ത് ഓവർനൈറ്റ് ക്യാമ്പിങ് ഉദ്ദേശിക്കാത്തവർ നൈറ്റിൽ ഇവിടെ വരരുത് കേട്ടോ. അപ്പോൾ ഒരു അടിപൊളി ഡെസ്റ്റിനേഷനായിട്ട് നമ്മൾ ഉടൻ തന്നെ വരും. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ.